ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമൊക്കെ നടത്തിയിരുന്നു, പക്ഷേ അവസാനത്തിൽ അതെല്ലാം കളഞ്ഞു കുളിക്കുകയായിരുന്നു. ഒരു വീരോചിത തിരിച്ചുവരവ് തന്നെയാണ് മോഹൻ ബഗാൻ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അവരുടെ ആ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി എടുത്തു പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ ഇതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യമാണ് ബെഞ്ച് സ്ട്രെങ്ത്. ജേസൺ കമ്മിൻസ്, ആഷിഖ് തുടങ്ങിയ മിന്നും താരങ്ങളാണ് പകരക്കാരായി ഇറങ്ങിക്കൊണ്ട് കളിയിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയത്. അവരുടെ വരവോടുകൂടി കളി മാറി മോഹൻ ബഗാൻ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ദൗർബല്യവും അത് തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് ബെഞ്ച് സ്ട്രെങ്ത് കുറവായിരുന്നു. ബെഞ്ചിൽ നിന്നും മികച്ച താരങ്ങൾ വരാൻ ഉണ്ടായിരുന്നില്ല. കളിക്കളത്തിൽ ഉണ്ടായിരുന്ന താരങ്ങൾ പാടെ തളരുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് വലിയ വിമർശനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബെഞ്ച് സ്ട്രെങ്ത്തിന്റെ വില ഇപ്പോൾ നന്നായി മനസ്സിലായില്ലേ എന്നാണ് ഒരു ആരാധകൻ ചോദിച്ചിട്ടുള്ളത്. ശക്തിപ്പെടുത്തേണ്ട പൊസിഷനുകളെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ആ ഒരു ആരാധകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബെഞ്ച് സ്ട്രെങ്ത് കുറവായി കൊണ്ട് കളിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഇതിലൂടെ വ്യക്തമായി. നമ്മുടെ മിസ്റ്റേക്കുകൾ തിരുത്താത്തതിൻ്റെ അനന്തരഫലമാണ് ഇത്. ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മാറ്റങ്ങൾ വരുത്തണം. മിഡ്ഫീൽഡിലേക്ക് മികച്ച ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരണം. മികച്ച ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ നമുക്ക് ആവശ്യമുണ്ട്. മുന്നേറ്റ നിരയിൽ റൈറ്റ് വിങ്ങിലേക്ക് ഒരു ക്വാളിറ്റി ഇന്ത്യൻ താരത്തെ ആവശ്യമുണ്ട്. വളരെ സ്പീഡി ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു വിദേശ സെൻറ്റർ ബാക്കിനെയും നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് ആ ഒരു ആരാധകൻ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ടീമിനകത്ത് ഒരു അഴിച്ചുപണി അനിവാര്യമാണ്. ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ 2 അതിലധികമോ സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയേക്കും എന്നുള്ള റൂമറുകൾ സജീവമാണ്. പക്ഷേ അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ജനുവരിയിൽ മികച്ച താരങ്ങളെ എത്തിക്കുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഗോൾ കീപ്പിങ്ങും ഡിഫൻസും ശക്തിപ്പെടുത്തിയാൽ തന്നെ ഒരു പരിധിവരെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നാണ് ആരാധകർ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കൊണ്ട് കാണാം.